കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ദൈവത്തിൻ്റെ വചനം അത് കേൾക്കുന്ന ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ അനുഗ്രഹമാണ്. അതിലുപരി അവന് നിത്യജീവൻ ലഭിക്കാനിടയായിത്തീരും. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ വഴി നടത്തുന്നത്. ഈ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിയുന്ന ജനമാണ് ഈ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഇന്നത്തെ വചനത്തിൽ ചിന്തയുടെ ആധാരമായി എബ്രായ ലേഖനം 11-ാം അധ്യായം അതിലെ 3-ാമത്തെ വാക്യം കുറിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരെ കുറിച്ച് വളരെ ശക്തമായി പറയുന്നൊരു വചനമാണ്. ഒരു വിശ്വാസ വീരനോട് ചോദിച്ചാൽ എന്താണ് നിൻ്റെ വിശ്വാസം എന്ന് ചോദിച്ചാൽ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. സ്തോത്രം. ഇന്ന് ഈ ഭൂമിയിൽ ദൃശ്യമായി കാണുന്ന സകലതും തനിയെ വന്നതല്ല, അത് ദൈവം സൃഷ്ടിച്ചതാണ്. ഈ കാണുന്ന ഒന്നും ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവമാണ് ഇത് സൃഷ്ടിച്ചത്. ഇത് നമ്മൾ തിരിച്ചറിയുമ്പോൾ മനസ്സിലാക്കുന്നത്, ഇത് ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വാസത്താൽ അത് അങ്ങ് ഏറ്റെടുക്കുക. ഒരു വിശ്വാസ ആണെങ്കിൽ മാത്രമേ ഇതെല്ലാം അപ്രകാരം ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ പോകുന്നൊരു വ്യക്തിക്ക് അവർ ജനിക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, അവരുടെ ആവശ്യമായ കാര്യങ്ങളൊക്കെ എല്ലാം തനിയെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനമാണ് ഇത് സൃഷ്ടിച്ചത്. സ്തോത്രം. വിശ്വാസത്തിൻ്റെ ശക്തി നമ്മളിൽ കടന്നു വരുമ്പോഴാണ് ഇത് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. ഇരുട്ടിൽ പ്രകാശിക്കുന്ന ഒരു കണ്ണ് പോലെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസമില്ലാത്ത ഏതൊരു വ്യക്തിയും അന്ധകാരത്തിൽ ജീവിക്കുന്ന ഒരു അനുഭവമാണ്. സൃഷ്ടിച്ച സൃഷ്ടാവിനെ തിരിച്ചറിയാതെ ഇതൊക്കെയോ എങ്ങനെയോ ഉണ്ടായി എന്നുള്ളൊരു അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു അനുഭവം. എന്നാൽ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയും, പ്രപഞ്ചത്തിന് ഒരു ഉൽപ്പത്തിയുണ്ട്, ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ദൈവം ആദിയിൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവമാണ് ഇതിനെല്ലാത്തിനും ആധാരം. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാണ്. ഉൽപ്പത്തി വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യൻ്റെ ഉൽപ്പത്തി യഹോവയായ ദൈവമാണ് സൃഷ്ടിച്ചത്. യഹോവയായ ദൈവമാണ് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയത്. വചനത്തിൽ ഇപ്രകാരം പറയുന്നത്, സങ്കീർത്തനം 104:30, നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. നോക്കണേ, നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. സ്തോത്രം. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്ന വണ്ണം ജീവിക്കാൻ കഴിയാതെ പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് നിത്യമായ അന്ധകാരത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് പിന്നീട് ഉണ്ടായത്. എന്നാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ നശിപ്പിച്ചു കളയുവാൻ
ദൈവത്തിന് ആഗ്രഹമില്ലായിരുന്നു. അവനെ വീണ്ടെടുക്കുവാൻ വേണ്ടി തൻ്റെ ഓമന പുത്രനെ ഈ താണ ഭൂമിയിലേക്ക് അയച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന് മാത്രമേ ഇത് ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്ത് കാണുന്നതെല്ലാം, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു എന്നതുപോലെ തന്നെ ഇതിനെല്ലാത്തിനും ഒരു സൃഷ്ടിച്ച ഒരു ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. ആമേൻ. സങ്കീർത്തനം 104:30 വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ ശ്വാസം ഭൂമിയിലേക്ക് വരാതെ ഒരു ജീവൻ ഉണ്ടാകുന്നില്ല. വിവാഹം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകും. പക്ഷേ ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വന്നാലേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ ആ കുഞ്ഞ് ജീവനുള്ള കുഞ്ഞ്, അല്ലേ? അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മാംസപിണ്ഡം ചുമ്മാ വളർന്നു വരികയാണ്. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ആ മാംസപിണ്ഡത്തിന് യാതൊരു ഗുണമില്ലാത്തത് കൊണ്ട് അതിനെ അബോർഷൻ ചെയ്ത് അതിനെ ഒഴിവാക്കി കളയും. എന്നാൽ ദൈവത്തിൻ്റെ ശ്വാസം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവ പുതുക്കുകയാണ്. നിന്റെ ശ്വാസം ഭൂമിയിലേക്ക് വരുമ്പോൾ അവ പുതുക്കുന്നു, ഒരു സൃഷ്ടി ഉണ്ടാകുന്നു. നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകില്ലേ? എത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരിക്കും ഒരു കുഞ്ഞ് കടന്നു വരുമ്പോൾ. അവൻ വളർന്ന് വലുതായി ദൈവത്തിന് ഹിതമാമണ്ണം ജീവിക്കുമ്പോൾ അതിലേറെ സന്തോഷം. നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും വന്ന് സന്തോഷിക്കുന്നു. ആ കുഞ്ഞിന് നല്ലൊരു പേര് തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ദൈവസഭയിൽ കടന്നു വന്ന് ദേവദാസന്മാരെല്ലാം കുഞ്ഞിനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് ആ കുഞ്ഞിനെ തരും. പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണ്, കർത്താവേ, ഇങ്ങനെ ഒരു കുഞ്ഞിനെ നീ ദാനമായി തന്നതോർത്ത് സ്തോത്രം. ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കി തിരികെ നിത്യദേവരെ ഏൽപ്പിക്കുവാൻ ഞങ്ങൾ ഈ മാതാപിതാക്കൾ കരങ്ങളിൽ ഈ കുഞ്ഞിനെ തിരികെ തരുന്നു. ആമേൻ. അതുപോലെ കുടുംബത്തിലേക്ക് ഒരു സൃഷ്ടി കടന്നു വരുമ്പോൾ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. ദൈവത്തിൻ്റെ ശ്വാസം കടന്നു വരുന്നില്ല എങ്കിൽ അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് മാറുവാൻ കഴിയുകയില്ല. ഇനി കേൾക്കുന്ന പ്രിയമുള്ളവരെ, സങ്കീർത്തനം 33:6 വാക്യം ഒന്ന് വായിക്കാം. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. നോക്കണേ, യഹോവയുടെ വചനത്താൽ അതിലെ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. നോക്കണേ, അവന്റെ വായിലെ ശ്വാസത്താൽ സൈന്യം ഉളവാകുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ തിരിച്ചറിയണം, നമ്മൾ ഈ ശ്വസിക്കുന്ന ശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വായിലെ ശ്വാസമാണ്. നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഉൽപ്പത്തിയിൽ കാണാൻ സാധിക്കും, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരും തിരിച്ചറിയണം, ദൈവത്തിൻ്റെ ശ്വാസമാണ് നാം ദിനം പ്രതി ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ജീവനോടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. പിശാചിന്റെ കെണിയിൽപ്പെട്ട് ആദിമ മനുഷ്യനായ ആദം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. എന്നാൽ ആ പാപം ചെയ്ത മനുഷ്യനെ തിരികെ പിടിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഓമന പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ഇനി തിരിച്ചറിയണം, ആദാം നഷ്ടപ്പെടുത്തിയ ദിവ്യ തേജസ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തിരികെ ലഭിക്കുകയാണ്. ഏകന്റെ ലംഘനത്താൽ മരണമെങ്കിൽ ആ ഏക നിമിത്തം അത് വാണുവെങ്കിൽ കൃപയുടെ നിദാനത്തിന് സമൃദ്ധി കർത്താവായ യേശു ക്രിസ്തു മാത്രം ഏറ്റവും അധികമായി ജീവനിൽ വാഴുന്ന ഒരു അനുഭവത്തിലേക്ക് ഇന്ന് ഈ ശ്വാസം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വായിലെ ശ്വാസമാണ്. നാം ഇനി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ജീവനിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം മാത്രമേ ലഭിക്കുകയുള്ളൂ. സ്തോത്രം. പാപത്തിൻ്റെ കെണിയിൽപ്പെട്ടു പോയ സകല മനുഷ്യർക്കും രക്ഷപ്പെടുവാൻ ഏകമാർഗം കർത്താവായ യേശു ക്രിസ്തുവ. അതിലേക്ക് കടന്നു പോകാതെ ഈ ലോകത്ത് ജനിച്ചു, ലോകത്തിൻ്റെതായ ഇഷ്ടത്തിന് ജീവിക്കുന്നു, അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ
തിരിച്ചറിഞ്ഞോളണം. ഗലാത്യലേഖനം അതിന്റെ 5:19 വാക്യം. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. നോക്കണേ, ഈ ലോകത്തിന്റെ സ്വഭാവമാണിത്. അസൂയ കടന്നു വരും, പക കടന്നു വരും, പിണക്കം കടന്നു വരും, ജാരശങ്ക. ഇതിനൊക്കെ മോചനം വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഇന്ന് ഭൂമിയിൽ ഉണ്ടാകില്ല. പക്ഷേ ഒരു മനുഷ്യന് സ്വയം ചിന്തിച്ചാൽ അത് സാധിക്കില്ല. അതിന് രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിനുവേണ്ടി സ്വർഗം കണ്ടുപിടിച്ച ഏക പദ്ധതി കർത്താവായ യേശു ക്രിസ്തുവാ. യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ സാധിക്കും. ഈ ഭൂമിയിൽ പാപത്തിന് അടിമപ്പെട്ട് ദൈവവുമായി യാതൊരു ബന്ധമില്ലാതെ ജീവിക്കുന്ന സകല മനുഷ്യരും ദൈവത്തിൻ്റെ വായിലെ ശ്വാസമാണ് ശ്വസിക്കുന്നത്. അത് ശ്വസിക്കുകയും ഈ ഭൂമിയിൽ ഒരു നിശ്ചിത പരിധിവരെ ജീവിക്കുകയും ചെയ്യുന്ന സകല മനുഷ്യരും തിരിച്ചറിയണം, തിരികെ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നാം കുറ്റക്കാരായി തീരാതിരിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ കുടുംബം രക്ഷപ്പെടും, സന്തോഷം അനുഭവിക്കാനിടയായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഇതെല്ലാം ദൈവത്തിൽ നിന്ന് എല്ലാം അനുഭവിച്ചിട്ട് ദൈവത്തോടൊരു നന്ദിയില്ലാതെ ജീവിക്കുന്ന ഒരു അനുഭവത്തിലാണെങ്കിലോ, ഇതെല്ലാം അനുഭവിച്ചിട്ട് അത് എത്ര വേദനകേറിയ സംഭവമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മളെ ജീവിതം കൊണ്ട് നമുക്ക് എന്ത് അർത്ഥമാണുള്ളത്? ആമീൻ. വേദനയും സങ്കടവും ബുദ്ധിമുട്ടും നിരാശയും ഒരു തരത്തിലും സമാധാനമില്ലാതെ പോകുന്ന ഒരു അനുഭവം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. അത് ലോകം തരുന്ന പോലെയല്ല. ലോകം എന്ത് സമാധാനം തരുന്നേ? മദ്യപാനം സമാധാനം തരുന്നുണ്ടോ? അല്പനേരത്തേക്ക് ഇതെല്ലാം മറന്നു പോകും. അത് കഴിയുമ്പോൾ ഇരട്ടി അസമാധാനത്തിലേക്ക് പോവുക, വേദനയിലേക്ക് കടന്നു പോകുക, നിരാശയിലേക്ക് കടന്നു പോകുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വരും, ആർക്കും തരാൻ കഴിയാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ സമാധാനം നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങളുടെ കുടുംബം എത്ര മനോഹരമായിരിക്കും, അല്ലേ? എത്ര മനോഹരമായിരിക്കും നിങ്ങളുടെ കുടുംബ കുഞ്ഞുങ്ങൾ എത്ര ഹാപ്പി ആയിരിക്കും. ആമേൻ. അതിനെല്ലാത്തിനും ഒരു കാരണം കർത്താവായ യേശു ക്രിസ്തു കുടുംബത്തിലേക്ക് കടന്നു വന്നുകൊണ്ടല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന ദൈവം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവമക്കളായി തിരികുക. ദൈവത്തിൽ നിന്ന് ഈ ശ്വാസമെല്ലാം ശ്വസിച്ചിട്ട് നാം ദൈവത്തിന് നന്ദിയുള്ളവരായി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം കൂടെ നമുക്ക് ലഭിക്കും. ഇന്ന് ആരെങ്കിലും എനിക്ക് ഈ സ്വഭാവത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം, എനിക്ക് ഈ അസൂയ പക ഇതെൻ്റെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുക, ഇതിൽ നിന്നൊരു രക്ഷ വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വചനം പറയുന്നു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സകല ദുഷ്പ്രവൃത്തിയും, അസൂയയാകട്ടെ, പകയാകട്ടെ, പിണക്കമാകട്ടെ, ജാരശങ്ക, വെറിക്കൂത്ത്, അങ്ങനെ ഈ ലോകത്തിൻ്റെതായ ഏത് ദോഷപ്രവൃത്തികളാണോ ഉണ്ടായിക്കോട്ടെ അതിനെല്ലാം ശുദ്ധീകരിക്കുവാൻ യേശുവിൻ്റെ രക്തം. ഇനി കേൾക്കുന്ന പ്രിയമുള്ളവരെ, എഫേസ്യർക്കാരെ 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അങ്ങനെ സമീപസ്ഥരായി തീർന്നിട്ടുണ്ടെങ്കിൽ നാം തിരിച്ചറിയണം, നാം ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമാണ്. ആമേൻ. അപ്പോൾ ഇവിടം വിട്ടാലും നമുക്കൊരു ഭവനമുണ്ട്. ആമേൻ. നാം ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. ഇനി നാം അന്യരല്ല, പരദേശിയല്ല. ഇത് എത്ര മനോഹരമാണ്, എത്ര ശ്രേഷ്ഠമാണ്. ഇതിനേക കാരണം കർത്താവായ യേശു ക്രിസ്തു മാത്രമല്ലേ ഈ ഒരു പദവി എനിക്ക് ലഭിച്ചത്. ഒരു മനുഷ്യനെ നോക്കിയാൽ എന്ത് ശ്രേഷ്ഠതയെ പറയാനുള്ളത്, നമ്മുടെ എന്ത് കഴിവ് പറയാനുള്ളത്. ദൈവം നമ്മുടെ ആ കരത്തേൽ പിടിച്ചത് കൊണ്ടല്ലേ ഈ അത്ഭുതകരമായ സമാധാനവും സന്തോഷവും
നിത്യജീവനും വരെ നമുക്ക് ലഭിച്ചത്. ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ശബ്ദം നിങ്ങളുടെ ആമേൻ ഹൃദയത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വചനം പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. നാളെ എന്നുള്ളത്, നാളെ നന്നാകാം, നാളെ മുതൽ ഞാൻ വചനം വായിച്ച് തുടങ്ങാം, നാളെ മുതൽ പ്രാർത്ഥിച്ച് തുടങ്ങാം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ നശിപ്പിക്കുന്ന ചിന്തയാണ്. എന്നാൽ കേൾക്കുന്ന സ്പോട്ടിൽ, കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, ഞാനിത് വിശ്വസിക്കുന്നു, ഈ ദൈവവചനത്തിൽ ഞാനിത് വിശ്വസിക്കുന്നു എന്ന് ഏതൊരു വ്യക്തി ഏറ്റുപറയുന്നോ അവൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് കടന്നു വരും. അവൻ്റെ കുടുംബം രക്ഷപ്പെടും, അവൻ്റെ കുഞ്ഞുങ്ങൾ തലമുറ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. റോമലേഖനം ഒരു വാക്യം വായിക്കാം. റോമലേഖനം 8:2 ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നോക്കണേ, ഒരു കാലത്ത് പാപത്തിന് അടിമപ്പെട്ട് പിശാചിന്റെ ചിന്തകൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ച സകല വ്യക്തികൾക്കും കർത്താവായ യേശു ക്രിസ്തു രക്ഷ ഒരുക്കുകയാണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ഈ പ്രമാണത്തിൽ വിശ്വസിക്കണം. ഇത് വിശ്വാസ വീരന്മാർക്കേ സാധിക്കുകയുള്ളൂ. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവൻ അവൻ്റെ കണ്ണുകൾ തുറക്കും, അവന് അറിവ് ലഭിക്കും. വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അറിവായി തീരും. മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ നല്ലൊരു ഗ്രാഹ്യമുള്ള ആളായി തീരും. ഇരുട്ടിൻ്റെ അവസ്ഥയെ കാണുമ്പോൾ വചനം സംസാരിക്കും, വെളിച്ചമായി സംസാരിക്കും. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ ഈ കാണുന്ന ഈ ദുഷിച്ച പ്രവൃത്തികളിൽ നിന്ന് രക്ഷ നേടും, അതോടൊപ്പം നിത്യജീവന് ലഭിക്കും യേശു ക്രിസ്തു മുഖാന്തരം. ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ വിശ്വസിക്കാതെ ലോകത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് മരണം മുഖാന്തരം അപ്രത്യക്ഷപ്പെടും. പോകുന്നിടം പോകുന്നതിന് മുമ്പേ തിരിച്ചറിയണം. ഒരു ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് പീരീഡാണ്. ഇവിടെ ജീവിക്കുന്ന അതിനൊത്തവണ്ണം മാത്രമേ നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണത്തിനൊത്തവണ്ണം ജീവിക്കാതെ തൻ്റെതായ ഇഷ്ടത്തിന് ജീവിച്ച് നാശത്തിലേക്ക് പോകുവാനല്ല ദൈവം തൻ്റെ ഓമനപുത്രനെ താണഭൂമിയിലേക്ക് അയച്ചത്. എത്ര മഹത്തരമേറിയ ഒരു അനുഭവമാണ് ദൈവം നമുക്ക് ഒരുക്കിയത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മക്കളെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എത്ര അഭിമാനമുള്ളവരാണ്. ഇവിടം വിട്ടാലും നിത്യതയിൽ കർത്താവിനോടുകൂടെ, ഇവിടെ ആയിരിക്കുമ്പോഴും കർത്താവിനോടുകൂടെ, ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്കൊരു ഭാഗ്യം ലഭിച്ചത് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണമല്ലേ? ഈ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം നാം തിരിച്ചറിയുമ്പോൾ ആമേൻ നമ്മുടെ ഉള്ളം ആനന്ദം കൊണ്ട് തുടിക്കും. ആമേൻ. കർത്താവിനെ പാട്ടുകളെ പാടി മാറ്റപ്പെടുത്തും. എത്ര സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾക്ക് സന്തോഷം വേണമെന്നും ഒരു സമാധാനം വേണമെന്നും രക്ഷ വേണമെന്നും അതിലുപരി ഇവിടം വിട്ടാൽ ഒരു നിത്യജീവൻ അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് അടയ്ക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞാനൊരു പാപിയാണ്, കർത്താവേ നീ എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും എനിക്ക് തെറ്റുകൾ പറ്റിപ്പോകുന്നു. ആമേൻ. ഞാൻ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് കടന്നു പോകുന്നു. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഒന്ന് പറയാനുള്ളൊരു മനസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പൊന്നുനാമത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനം കേട്ട സകല വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി തൻ്റെ മക്കളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണേ. പാപത്തോട് പോരാടുന്ന ബുദ്ധിയുടെ പ്രമാണത്തെ അവസാനിപ്പിച്ച് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം അവരുടെ ഹൃദയങ്ങളിൽ നൽകണമേ. അത് അവരുടെ കുടുംബത്തിന് അനുഗ്രഹമായി തീരണമേ. തലമുറയോളം കർത്താവെ, നിത്യതയോളം തൻ്റെ മക്കളെ ഈ വചനം വഴി നിർത്തുമാറാകണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥനയാചനം കേട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.